നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. സ്കൂൾ കുട്ടികൾക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി നിലനിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള മുളങ്കാട് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് BJP വേലൂർ പഞ്ചായത്ത് കുറുമാൽ 200-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രദേശത്തെ പ്രധാന റോഡിൽ സ്ഥിതി ചെയ്യുന്ന മുളങ്കാട് ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന നിലയിലാണ്. സ്കൂൾ കുട്ടികൾക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി നിലനിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള മുളങ്കാട് വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി BJP വേലൂർ പഞ്ചായത്ത് കുറുമാൽ 200-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രദേശത്തെ പ്രധാന റോഡിൽ സ്ഥിതി ചെയ്യുന്ന മുളങ്കാട് ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന നിലയിലാണ്. ജനപ്രതിനിധികൾ വേണ്ട രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത്രയും സ്കൂൾ കുട്ടികളും വണ്ടികളും കാൽനട യാത്രക്കാരായാലും കണ്ടുമാനം യാത്ര ചെയ്യുന്ന ഈ വഴിയിൽ ഇത്രയും അപകടമായ രീതിയിൽ മുളങ്കൂടും, അതുപോലെ തന്നെ KSEBയുടെ ലൈനിൻ്റെ മുകളിലാണ്, കമ്പിയുടെ മുകളിലാണ് ഈ മുളങ്കൂടെല്ലാം തട്ടി നിൽക്കുന്നത്. ഇത്രയും അപകടമായ രീതിയിൽ നിൽക്കുന്ന ഒരു കാരണത്തിനെതിരെ നമ്മൾ പല രീതിയിൽ പരാതി കൊടുത്തുകൊണ്ടും അതിന് വേണ്ട നടപടികൾ എടുക്കാത്ത ജനപ്രതിനിധികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ്. അവരെ ജനപ്രതിനിധികളെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മൾ പല രീതിയിൽ നമ്മൾ പരാതികൾ കൊടുത്തിട്ട് അതിന് വേണ്ട പരിഹാരം കാണാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇനി ഒരു അപകടം ഉണ്ടായതിന് ശേഷമായിരിക്കാം ജനപ്രതിനിധികളത് കാണുന്നുണ്ടാവുക. അതിന് മുമ്പായിട്ട് നമ്മളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയിട്ടാണ് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രതിഷേധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ, ഒരു 5 വർഷം ഇതിന് മുമ്പ് ഇവിടെ CPM മെമ്പറാണ് ഭരിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അതിന് മുമ്പത്തെ 5 വർഷം CPM തന്നെയായിരുന്നു. ഒരു 10 വർഷമായിട്ടും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഇടതുപക്ഷ മെമ്പർ തന്നെയാണ് ഈ ഭാഗത്ത്, ഒരു ഇടതുപക്ഷത്തിൻ്റെ മെമ്പർ തന്നെയാണുള്ളത്. എന്നിട്ടും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അപകടം വന്നിട്ടല്ല നമുക്ക് ഇവിടെ ഒരു പ്രതിഷേധം നടത്തേണ്ടത്. അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരുപാട് ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തൃശ്ശൂരിലേക്ക് കണക്ട് ചെയ്യണതും വടക്കാഞ്ചേരിയിലേക്ക് കണക്ട് ചെയ്യണമായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് വഴിയാണിത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ, ഒരുപാട് കുട്ടികൾ, സൈക്കിളുമ്മലാണെങ്കിലും കാൽനട യാത്രക്കാരാണെങ്കിലും ഒരുപാട് പോണ ഒരു വഴിയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ 2 തവണ മാറി ഭരിച്ച 2 മെമ്പർമാർക്കെതിരെയും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിനെതിരെ മുന്നേ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും നടപടി എടുക്കാതെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് അവർ എളുപ്പപ്പണിക്ക് വേണ്ടി ഇവിടെ ഈ ഒരു കട്ടിങ് ഭാഗം മാത്രം, കമ്പിയായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിതിനെതിരെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ നമ്മൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ, ഒരാപത്ത് വന്ന് പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള 100% ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഇങ്ങനെ നമ്മൾ ഒരു പ്രതിഷേധം കൂടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അതിൽ നമ്മൾ ഈ പ്രതിഷേധം കൊണ്ട് അവസാനിപ്പിച്ച് പോകാനല്ല, കാരണം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഈ നാട്ടിലെ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒപ്പ് ശേഖരണം നടത്തി നമ്മൾ ഒന്നും കൂടിയും ഇതിൻ്റെ ഭാഗമായി ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് നമുക്ക് തീരുമാനം. ഈ ഇവിടുത്തെ മെമ്പറായ കവിത ബൈബുവിനോടാണെങ്കിലും ആളോടാണെങ്കിലും നമ്മൾ ശക്തമായിട്ട് ഇതിനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ മെമ്പറെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പരമാവധി നോക്കും. അതിനും പറ്റിയില്ലെങ്കിൽ BJPക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് വേണ്ട കാര്യങ്ങൾ BJPക്ക് ചെയ്യാൻ ഇന്നത്തെ അവസ്ഥയിൽ വേലൂർ പഞ്ചായത്തിൽ സാധിക്കുമെന്ന് 100% ബോധ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പ്രതിഷേധം. പ്രതിഷേധ യോഗത്തിൽ ബൂത്ത് പ്രസിഡന്റ് സന്തോഷ് പെരുവഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി മണ്ഡലം ട്രഷറർ സുജീഷ് AP പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അപകട ഭീഷണി ഉയർത്തുന്ന മുളങ്കാട് അടിയന്തരമായി വെട്ടിമാറ്റി പ്രദേശവാസികളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ വാർഡ് സെക്രട്ടറി പ്രമീഷ് കുന്നത്ത് സ്വാഗതവും വാർഡ് കൺവീനർ വിപിൻ കുന്നത്ത് നന്ദിയും പറഞ്ഞു.